ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 9 ജയിച്ചത് സിജോ. പക്ഷേ അഭിഷേക് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ ടാസ്കിന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ അറിഞ്ഞു അഭിഷേകാണ് ടിക്കറ്റ് ഫിനാലെ അഭിഷേകിനാണ് കിട്ടിയെന്ന്. ചിലപ്പോൾ ഇനി ഒരു 10ാമത്തെ ടാസ്ക് കൊടുക്കുമായിരിക്കും. പക്ഷെ കൊടുത്തതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇനി 3 പോയിന്റ് 2 പോയിന്റ് 1 പോയിന്റ് അങ്ങനെ ആണെങ്കിൽ വീണ്ടും അഭിഷേക് തന്നെ ജയിക്കും. കാരണം ഇനി ആര് 3 പോയിന്റ് ആറ് കിട്ടിക്കഴിഞ്ഞാലും അഭിഷേകിന് 1 പോയിന്റ് കിട്ടിയില്ല എങ്കിൽ കൂടിയും അഭിഷേക് ഓൾറെഡി ജയിച്ച് നിൽക്കുകയാണ്. കാരണം ഇനി ആരും 3 പോയിന്റ് വാങ്ങിച്ചാൽ പോലും അഭിഷേകിൻ്റെ അത്ര പോയിന്റ് എത്തത്തില്ല. അതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന സംഭവം. എന്താണ് ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഫുള്ള് ചളം കുളമായി. എന്നാലും ഓരോരുത്തരുടെ പോയിന്റുകൾ അങ്ങനെയാണ്, ആരൊക്കെയാണ് ഔട്ടായത്, നേരത്തെ നമ്മൾ ഇട്ടിട്ട് പിന്നെ എന്തൊക്കെയാണ് നടന്നത്, ലൈവിലെ കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അങ്ങനെ അർജുനും നോറയും ആ റൗണ്ടിൽ ഔട്ടാവുന്നു നേരത്തെ കഴിഞ്ഞിട്ട്. പിന്നീട് സിജോ, ഋഷി, നന്ദന, സായി, ജിൻഡോ ഇവർ 5 പേരും മാത്രം ബാക്കിയാവാണ്. മറ്റേ റൗണ്ടിനകത്തോട്ട് കയറുന്നു. ഋഷി ആദ്യം ഔട്ടാവുന്നു. ജിൻഡോ അടുത്ത് 2ാമത് ഔട്ടാവുന്നു. നന്ദന ജിൻഡോയുടെ അതിനകത്ത് കൈയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഉടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബാക്കി 3 പേര് മാത്രം ബാക്കിയാവുന്നു. ആരൊക്കെ? നമ്മുടെ സിജോ, സായി, നന്ദന ഇവർ 3 പേരും മാത്രം ബാക്കിയാവുന്നു. അപ്പം തന്നെ പറയുകയാണ് ഏറ്റവും കൂടുതലുള്ള സിജോയുടെ ബാഗിലും 2ാമത് സായിയുടെ ബാഗിലും ഒട്ടുമില്ലാത്ത നന്ദനയുടെ ബാഗിലുമാണ്. അപ്പോൾ ഒട്ടുമില്ലാത്ത നന്ദനയ്ക്ക് 1 പോയിന്റ്, ഇച്ചിരി കൂടെ ഉള്ള സായിക്ക് 2 പോയിന്റ്, ഏറ്റവും കൂടുതൽ ടെർമോക്കോളുള്ള സിജോയ്ക്ക് 3 പോയിന്റ്. അപ്പോൾ സിജോയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന 1 പോയിന്റിൻ്റെ കൂടെ 3 പോയിന്റും കൂടെ ചേർന്ന് ഇപ്പം 4 പോയിന്റായി. സായിക്ക് നേരത്തെ ഉണ്ടായിരുന്ന 6 പോയിന്റിൻ്റെ കൂടെ ഇപ്പം 2 പോയിന്റ് കൂടെ കിട്ടി 8 പോയിന്റായി. നന്ദനയ്ക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പോയിന്റ് കിട്ടി 1 പോയിന്റ് നന്ദനയ്ക്ക് ആയി. അപ്പോൾ ടോട്ടൽ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് 9 കഴിയുമ്പോൾ ഇവരുടെ പോയിന്റ് നില അഭിഷേകിന് 13 പോയിന്റ്, ഏറ്റവും ലീഡിൽ. 2ാം പൊസിഷനിൽ 2 പേരാണ്, സായിയും അർജുനും 8 പോയിന്റ് വീതം 2 പേർക്കും. 3ാം പൊസിഷനിൽ ഋഷി 7 പോയിന്റ്. 4ാം പൊസിഷനിൽ ജിൻഡോ 6 പോയിന്റ്. 5ാം പൊസിഷനിൽ സിജോ 4 പോയിന്റ്. 6ാം പൊസിഷനിൽ 2 പേരാണ്, നോറയും ശ്രീതുവും 3 പോയിന്റ് വെച്ച് 3 പോയിന്റ്. 7ാം പൊസിഷനിൽ ജാസ്മിൻ 2 പോയിന്റ്. 8ാം പൊസിഷനിൽ നന്ദന 1 പോയിന്റ്. ഇതാണ് ഇപ്പോൾ നടന്ന ടിക്കറ്റ് ഫിനാലെ 9 കഴിഞ്ഞപ്പോൾ ഉള്ള പോയിന്റ്. അപ്പോൾ ഇനി 10ാമത്തെ ടാസ്കിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ സെക്കൻഡ് നിൽക്കുന്ന സായിക്ക് 8 പോയിന്റാണ്. അടുത്ത ടാസ്കിൽ സായി ജയിച്ചാൽ പോലും, ജയിച്ച് 3 പോയിന്റ് വാങ്ങിച്ച് അഭിഷേകിനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും 8, 3, 11 ആവുന്നുള്ളൂ. അപ്പോഴും 13 ലീഡില്ല. അപ്പോൾ അഭിഷേക് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം, ചിലപ്പോൾ ടിക്കറ്റ് ഫിനാലെ തേക്കാൻ വേണ്ടി 10ാമത്തെ ഒരു ടാസ്ക് കൊടുക്കുമായിരിക്കാം. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അഭിഷേക് ജയിച്ചു. ഇനി ആ പോയിന്റിനെ മറികടക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ലൈവിൽ നടന്നത്. ഇനി അടുത്തെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരട്ടെ. അപ്പോൾ അതുമായിട്ട് വരാം. അങ്ങനെ നമ്മുടെ സീസൺ 6ൻ്റെ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ. അഭിഷേകിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അഭിഷേക് ഈ ആഴ്ച സേഫ് ആകുമെങ്കിൽ അടുത്ത ആഴ്ചയും സേഫായി ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക്, അതായത് ഡേ 92 മുതൽ ഡേ 92 വരെ അഭിഷേക് സേഫായി. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് മിഡ് വീക്കോ പണപ്പെട്ടിയോ അതിൻ്റെ ഇടയിൽ വരുവാണെന്നുണ്ടെങ്കിലാണ് ബാക്കി കളി. എന്തായാലും ഡേ 92 വരെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അഭിഷേക് സേഫായി ടോപ്പ് 6ഓ ടോപ്പ് 7ഓ ആയിട്ടുണ്ടാവും. അതെ, നോക്കാം. അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.